നിയമവേദിയുടെ പരാതികൾക്ക് മറുപടി പ്രതികരണങ്ങൾ പരിപാടിയിലേക്ക് എല്ലാ ശ്രോതാക്കൾക്കും സ്വാഗതം. ഇന്ന് ഉൾപ്പെടുത്തുന്ന ആദ്യത്തെ കത്ത് അയച്ചിരിക്കുന്നത് പേരും സ്ഥലവും വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവാണ്. കത്ത് ഇതാണ്. ഞാൻ 40% അംഗവൈകല്യമുള്ള ആളാണ്. ലൈഫ് പദ്ധതി പ്രകാരമാണ് ഞാൻ വീട് വെച്ച് താമസിക്കുന്നത്. എനിക്കിപ്പോൾ 60 വയസ്സ് കഴിഞ്ഞു. SC വിഭാഗത്തിൽ ഉൾപ്പെട്ട ഞാൻ BPL വിഭാഗത്തിൽപ്പെട്ട ആളാണ്. എന്റെ അച്ഛൻ പ്രതിരോധ വകുപ്പിൽ അഗ്നിശമന സേനയിൽ സിവിലിയൻ ആയി ജോലി നോക്കുകയും 1988 ജോലിയിൽ നിന്ന് വിരമിക്കുകയും ചെയ്തു. അച്ഛന് പെൻഷൻ ലഭിക്കുന്നുണ്ട്. 2003 അമ്മ മരണപ്പെട്ടു. തുടർന്ന് അച്ഛൻ എന്റെ കൂടെയാണ് താമസിച്ചിരുന്നത്. 2013 മെയ് മാസത്തിൽ അച്ഛൻ മരണപ്പെടുകയും ചെയ്തു. അച്ഛന്റെ മരണശേഷം അച്ഛന് ലഭിക്കുന്ന ഫാമിലി പെൻഷൻ അംഗപരിമിതനായ എനിക്ക് ലഭിക്കുവാനുള്ള അർഹതയുണ്ടോ? ഉണ്ടെങ്കിൽ പെൻഷൻ ലഭിക്കുന്നതിന് ഞാൻ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? ഫാമിലി പെൻഷൻ ലഭിക്കുന്നത് സംബന്ധിച്ച ഒരു കാര്യമാണ് ഈ കത്തിൽ ഉന്നയിച്ചിരിക്കുന്നത്. ഇക്കാര്യത്തിൽ ഒരു നിയമപരമായ ഉപദേശത്തിന് ഞങ്ങൾ സമീപിച്ചത് ഹൈക്കോടതി അഭിഭാഷകയായ രേഖാ വാസുദേവനെയാണ്. അവർ നൽകുന്ന മറുപടി ഇനി കേൾക്കാം. ഈ കത്തിലെ ചോദ്യം, അദ്ദേഹത്തിന് അംഗവൈകല്യം ഉള്ളതുകൊണ്ട് അച്ഛന് ലഭിച്ചുകൊണ്ടിരുന്നിരുന്ന പെൻഷനിൽ ഫാമിലി പെൻഷൻ കിട്ടാൻ അർഹതയുണ്ടോ ഇല്ലയോ എന്നാണ്. കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത് അച്ഛൻ ഡിഫൻസില് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഫയർഫോഴ്സിൽ സിവിലിയൻ ആയിരുന്നു. 1988 റിട്ടയർ ചെയ്തു. അച്ഛൻ മെയ് മാസം 2013 മരണപ്പെട്ടു എന്നാണ്. അതിനുശേഷം ഇദ്ദേഹത്തിന് ഈ ഫാമിലി പെൻഷൻ അർഹതയുണ്ടോ എന്നാണ് ചോദ്യം. 40% ഡിസേബിലിറ്റി ഉള്ളതായിട്ടാണ് കത്തിൽ നിന്നും മനസ്സിലാക്കുന്നത്. ഡിസേബിലിറ്റി ഉള്ള മകന് തീർച്ചയായിട്ടും ഫാമിലി പെൻഷൻ കിട്ടാൻ അർഹതയുണ്ട്. അത് 1972 CCS പെൻഷൻ റൂൾസ് പ്രകാരമാണ് ഫാമിലി പെൻഷന് അർഹതയുള്ളത്. അതിൽ റൂൾ 54 പ്രകാരമാണ് ഫിസിക്കലി ഹാൻഡിക്യാപ്ഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് അംഗവൈകല്യമുള്ള മക്കൾക്ക് അച്ഛൻ്റെയോ അമ്മയുടെയോ ഫാമിലി പെൻഷന് കിട്ടാനുള്ള അർഹതയുണ്ട്. അതിനുവേണ്ടി ചെയ്യേണ്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അച്ഛൻ ഏറ്റവും അവസാനം ജോലി ചെയ്തിരുന്ന സ്ഥലത്ത്, അതെവിടെയാണെന്നുള്ളത് നിങ്ങൾക്ക് നിങ്ങളുടെ അച്ഛന് കിട്ടിയ പെൻഷൻ പേയ്മെന്റ് ഓർഡർ PPO എന്ന് പറയും. പെൻഷൻ ഓർഡറിനകത്ത് അതിനകത്ത് ലാസ്റ്റ് വർക്കിംഗ് പ്ലേസ് ഏതാന്നുള്ളത് വ്യക്തമാക്കിയിട്ടുണ്ടാവും. അവിടുത്തെ ആ ഡിപ്പാർട്ട്മെന്റിലെ ഹെഡ് ഓഫ് ദ ഡിപ്പാർട്ട്മെന്റിന് ഒരു ആപ്ലിക്കേഷൻ സമർപ്പിക്കേണ്ടതുണ്ട്. ആ ആപ്ലിക്കേഷന്റെ കൂടെ തന്നെ മെഡിക്കൽ ബോർഡിൽ നിന്നും ലഭിച്ച ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്, അത് 2013 മെയ്ക്ക് മുമ്പ് ഇഷ്യൂ ചെയ്തേക്കുന്ന സർട്ടിഫിക്കറ്റും അതോടൊപ്പം തന്നെ ഇപ്പോൾ നിലവിലുള്ള സർട്ടിഫിക്കറ്റും വേണം. അതെന്ന് വെച്ചാൽ അച്ഛൻ്റെ മരണസമയത്തും നമുക്ക് ഈ അംഗവൈകല്യം ഉണ്ടായിരുന്നു, അത് ഇപ്പോഴും തുടരുന്നുണ്ട് എന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഈ 2 സർട്ടിഫിക്കറ്റ് പറയുന്നത്. റൂൾസിനകത്ത് അങ്ങനെ ഒരു ആവശ്യം പറയുന്നില്ലെങ്കിലും ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ 27/1/2016 എന്ന ഉത്തരവിലാണ് ഇങ്ങനെ ഒരു ആവശ്യം പറയുന്നത്. മെഡിക്കൽ ബോർഡ് ഇഷ്യൂ ചെയ്തിരിക്കുന്ന ഈ 2 ഡിസബിലിറ്റി സർട്ടിഫിക്കറ്റ്സിന്റെ കോപ്പിയും അതോടൊപ്പം തന്നെ ലീഗൽ ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റും ആപ്ലിക്കേഷനും നിങ്ങൾ അച്ഛൻ ലാസ്റ്റ് വർക്ക് ചെയ്തിരിക്കുന്ന ആ ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡിന് അയച്ചു കൊടുക്കുക, പെൻഷൻ ആവശ്യപ്പെട്ടും കൊണ്ട്. തീർച്ചയായിട്ടും അതിലൊരു നടപടി ഉണ്ടാവേണ്ടതാണ്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന രണ്ടാമത്തെ പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കോട്ടപ്പടിയിൽ നിന്നും TM അലിയാർ. ഞാൻ 82 വയസ്സുള്ള വ്യക്തിയാണ്. കോട്ടപ്പടി പഞ്ചായത്തിലെ കോട്ടപ്പടി വില്ലേജിലുള്ള 2.5 സെന്റ് സ്ഥലത്താണ് ഞാൻ താമസിക്കുന്നത്. ഞാൻ വീട്ടിലില്ലാത്ത സമയത്ത് എന്റെ അനുവാദമോ സമ്മതപത്രമോ ഇല്ലാതെ എന്റെ അയൽവാസി അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് വൈദ്യുതി സർവീസ് വയർ വലിച്ചു കെട്ടുകയുണ്ടായി. മരങ്ങളുടെ ഇടയിലൂടെ യാതൊരു സുരക്ഷയുമില്ലാത്ത രീതിയിലാണ് ഇത് ചെയ്തിരിക്കുന്നത്. ഇതിനാൽ കൊമ്പുകൾ ഒടിഞ്ഞു വീണ് സർവീസ് വയർ പൊട്ടുന്നതിനും അപകടമുണ്ടാകുന്നതിനും സാധ്യതയുണ്ട്. ഈ ഭാഗത്ത് എനിക്ക് വീട് പണിയാനുള്ളതുമാണ്. റോട്ടിൽ നിന്ന് നേരിട്ട് ആർക്കും ശല്യമില്ലാതെ സർവീസ് വയർ വലിച്ച് വൈദ്യുതി എടുക്കാൻ സൗകര്യമുള്ളതാണ്. എന്നിട്ടാണ് അദ്ദേഹം എന്റെ പറമ്പിലൂടെ ഇത് ചെയ്തിരിക്കുന്നത്. എന്റെ പുരയിടത്തിൽ നിന്നും എന്റെ അനുവാദമില്ലാതെ ഇട്ടിരിക്കുന്ന സർവീസ് വയർ മാറ്റി കിട്ടുന്നതിന് വേണ്ടി പ്രദേശത്തെ വൈദ്യുതി വിതരണ ചുമതലയുള്ള കോതമംഗലം താലൂക്ക് ഇലക്ട്രിക്കൽ മേജർ സെക്ഷൻ 1 2023
2021 മാർച്ച് മാസം 6-ാം തീയതി ഞാൻ പരാതി നൽകിയിരുന്നു. എന്നാൽ പരിഹാരമൊന്നും ഉണ്ടായില്ല. തുടർന്ന് 2021 ജൂലൈ 7-ാം തീയതി വൈദ്യുതി മന്ത്രിക്കും കൂടാതെ എറണാകുളം കളക്ടറേറ്റിലുള്ള ADM-നും പരാതി നൽകിയിരുന്നു. എന്നാൽ എന്റെ പരാതിയിൽ ഒരു അന്വേഷണമോ നടപടിയോ ഉണ്ടായതായി എനിക്കറിവില്ല. തുടർന്ന് പലതവണ എന്റെ പറമ്പിലൂടെ വലിച്ച സർവീസ് വയർ മാറ്റിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് KCBയെ സമീപിച്ചുവെങ്കിലും ഒരു നടപടികളും സ്വീകരിച്ചിട്ടില്ല. ആയതിനാൽ ഇതിനൊരു പരിഹാരം എന്താണ്? താങ്കളുടെ കത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നിയമവേദി കോതമംഗലം KCB സെക്ഷൻ 1-ലെ അസിസ്റ്റന്റ് എഞ്ചിനീയറുമായി സംസാരിച്ചിരുന്നു. അദ്ദേഹം ഇക്കാര്യത്തെക്കുറിച്ച് നിയമവേദിയോട് വ്യക്തമാക്കിയ കാര്യങ്ങൾ ഇനി പറയാം. പരാതിക്കാരന്റെ ഇത്തരത്തിലുള്ള ഒരു പരാതി അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല എന്നാണ് അദ്ദേഹം സൂചിപ്പിച്ചത്. കാരണം 2021 നൽകിയ പരാതി ആയതിനാൽ ഒരുപക്ഷെ ആ സമയത്ത് ഒരു അന്വേഷണം ഇത് സംബന്ധിച്ച് നടന്നിരിക്കാം. പക്ഷേ അത് സംബന്ധിച്ച വിവരങ്ങളൊന്നും ഇപ്പോൾ നിലവിലുള്ള ഉദ്യോഗസ്ഥന്റെ കയ്യിൽ ലഭ്യമല്ലാത്തതിനാൽ അദ്ദേഹത്തിന് വ്യക്തമായ ഒരു മറുപടി നൽകാൻ സാധിക്കുന്നില്ല. എങ്കിലും അദ്ദേഹം പറഞ്ഞ മറ്റൊരു കാര്യം, നിലവിലുള്ള ഈ പ്രശ്നത്തെക്കുറിച്ച് ഒരു പരാതി ഇപ്പോൾ വീണ്ടും അദ്ദേഹത്തിന് നൽകുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു അന്വേഷണം ഉചിതമായ രീതിയിൽ നടത്തി അതിന് വേണ്ട പരിഹാരം അദ്ദേഹം കൈക്കൊള്ളാം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആയതിനാൽ പരാതിക്കാരനായ അലിയാർ എത്രയും പെട്ടെന്ന് തന്നെ ഒരു പരാതി KCB അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് നൽകുക. അദ്ദേഹം വേണ്ട രീതിയിൽ അത് പരിഗണിക്കും എന്നാണ് നിയമവേദി കരുതുന്നത്. ഇനി താങ്കളുടെ കത്തിൽ വൈദ്യുതി മന്ത്രിക്കും അതുപോലെ തന്നെ കളക്ടറേറ്റിലുള്ള ADM-നും 2021 പരാതി നൽകിയതായിട്ട് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ 2-3 വർഷം പിന്നിട്ട ഒരു സ്ഥിതിക്ക് നടപടികളൊന്നുമായില്ല എന്നാണ് താങ്കൾ കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. ആയതിനാൽ മറ്റൊരു നിയമപരിഹാരം താങ്കൾക്ക് ലഭ്യമായിട്ടുള്ളത് ഈ പരാതിയുടെ കോപ്പികളെല്ലാം വെച്ചുകൊണ്ട് ഹൈക്കോടതിയിൽ ഒരു റിട്ട് നൽകുകയാണെങ്കിൽ താങ്കൾക്ക് ഹൈക്കോടതിയുടെ ഉചിതമായ ഒരു തീരുമാനം ഇക്കാര്യത്തിൽ ഉണ്ടാകും എന്ന ഒരു അഭിഭാഷകന്റെ ഉപദേശവും നിയമവേദിക്ക് ലഭ്യമായിട്ടുണ്ട്. ഏതായാലും ഹൈക്കോടതിയിൽ റിട്ട് നൽകുന്നതിന് മുൻപ് KCB അസിസ്റ്റന്റ് എഞ്ചിനീയർക്ക് താങ്കൾ ഉടൻ തന്നെ ഒരു പരാതി കൊടുത്ത് ഇതിന് പരിഹാരം ഉണ്ടാകുമോ എന്നുള്ളത് നോക്കുന്നതായിരിക്കും ഇപ്പോൾ ചെയ്യേണ്ടത് എന്നാണ് നിയമവേദി കരുതുന്നത്. അതിലും നടപടികളൊന്നും ആയില്ലെങ്കിൽ ഹൈക്കോടതിയിൽ റിട്ട് കൊടുക്കുന്നതിനെ കുറിച്ച് താങ്കൾക്ക് ആലോചിക്കാം. ഇനി അടുത്തത് നിയമവേദിയിൽ പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു ശ്രോതാവ് അയച്ച കത്താണ്. ഞാൻ താമസിക്കുന്ന വാർഡിലെ പൊതു ടാപ്പിൽ നിന്ന് 2 വീട്ടുകാർ വെള്ളമെടുക്കുന്നുണ്ട്. ആ ടാപ്പിൽ വെച്ച് തന്നെയാണ് ഇവർ തുണി കഴുകുകയും കുളിക്കുകയും ചെയ്യുന്നത്. ഈ 2 വീട്ടുകാർക്കും സ്വന്തമായി വാട്ടർ കണക്ഷൻ ഉള്ളതാണ്. എന്നാൽ ഇവർ പൊതു ടാപ്പിൽ വന്നാണ് ഇതെല്ലാം ചെയ്യുന്നത്. പലതവണ ഇക്കാര്യം ഇവരോട് പറഞ്ഞിട്ടുണ്ട് എങ്കിലും അനുസരിക്കാൻ കൂട്ടാക്കുന്നില്ല. ഇതിനെതിരെ എന്ത് നടപടിയാണ് ഞാൻ സ്വീകരിക്കേണ്ടത്? വാട്ടർ അതോറിറ്റിയാണ് സാധാരണ പൊതു ടാപ്പുകൾ സ്ഥാപിച്ചിരിക്കുന്നത്. ഇതിനുള്ള പണം നൽകുന്നതും ബന്ധപ്പെട്ട പഞ്ചായത്തുകളാണ്. ഏതായാലും താങ്കൾക്ക് ഒന്നുകിൽ നേരിട്ട് വാട്ടർ അതോറിറ്റി ഓഫീസിൽ ഇത് സംബന്ധിച്ച് ഒരു പരാതി കൊടുക്കാം. അല്ല എങ്കിൽ നിങ്ങളുടെ വാർഡിലെ മെമ്പർ ആരാണോ അദ്ദേഹവുമായി ബന്ധപ്പെട്ട് ഒരു പരാതി ഉന്നയിക്കാം. അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറിക്ക് താങ്കൾ ഇത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരു പരാതി നൽകിയാലും ഒരു നടപടി ഉണ്ടാകും എന്നാണ് നിയമവേദി കരുതുന്നത്. ജലദൗർലഭ്യം അനുഭവപ്പെടുന്ന ഇക്കാലത്ത് പൊതു ടാപ്പുകൾ ദുരുപയോഗം ചെയ്യാതിരിക്കുക എന്നുള്ളതാണ് എല്ലാ വ്യക്തികളും പാലിക്കേണ്ട ഒരു കാര്യം. ആയതിനാൽ ഇത്തരം കാര്യങ്ങൾ ബന്ധപ്പെട്ട അധികാരികളുടെ ശ്രദ്ധയിൽ സമയാസമയങ്ങളിൽ കൊണ്ടുവരുന്നത് തീർച്ചയായിട്ടും ഉചിതമായ ഒരു നടപടി കൈക്കൊള്ളുന്നതിന് അവരെ സഹായിക്കും എന്നുകൂടി കൂട്ടിച്ചേർക്കാൻ നിയമവേദി ആഗ്രഹിക്കുന്നു. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത പരാതിയിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് കോടാലി മാങ്കുറ്റിപ്പാടത്ത് നിന്നും അൽഫോൺസ. എന്റെ മകന്റെ കാര്യത്തിന് വേണ്ടിയാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. മകൻ ഒരു പെട്രോൾ ടാങ്കർ ലോറി ഡ്രൈവറായിരുന്നു. ഒരു ദിവസം ജോലിയുണ്ടോ എന്ന് അറിയുന്നതിന് വേണ്ടി പോയതായിരുന്നു. മകൻ വണ്ടിയിൽ തിരിച്ചു വരുമ്പോൾ പ്രായമായ ഒരാൾ റോഡ് ക്രോസ് ചെയ്യുകയും മകൻ വണ്ടി മാറ്റുകയും ചെയ്തതിനെ തുടർന്ന് മകന്റെ വണ്ടി കാനയിൽ വീണു. 3 മുറി പള്ളിയുടെ അടുത്ത് വെച്ചായിരുന്നു ഈ സംഭവം. മകന്റെ മൂക്കിൽ നിന്നും വായിൽ നിന്നും ചെവിയിൽ നിന്നുമെല്ലാം ചോര വരുന്നുണ്ടായിരുന്നു. ഒരനക്കവും ഉണ്ടായിരുന്നില്ല. വഴിയിൽ കൂടി പോയ ആളുകളാണ് മകനെ അടുത്തുള്ള ആശുപത്രിയിൽ കൊണ്ടുപോയത്. അവിടെ പറ്റാത്തതുകൊണ്ട് മറ്റൊരു ആശുപത്രിയിലേക്ക് ഞങ്ങൾ കൊണ്ടുപോകുകയും ചെയ്തു. അവിടെ 26 ദിവസം കഴിഞ്ഞതിനു ശേഷമാണ് മകൻ കണ്ണു തുറന്നത്.
1 മാസത്തോളം വെന്റിലേറ്ററിലായിരുന്നു. പിന്നീടാണ് സംസാരിച്ചു തുടങ്ങിയത്. നടന്നു തുടങ്ങുന്നതിന് വേണ്ടി ഫിസിയോതെറാപ്പി ചെയ്യുകയും ചെയ്തു. എന്നാൽ ഇപ്പോഴും പൂർണ്ണമായും ഭേദമായിട്ടില്ല. മകൻ ജോലി ചെയ്ത സ്ഥലത്ത് ഇൻഷുറൻസ് ഉണ്ടായിരുന്നു. ഈ സമയം ഞങ്ങൾ മകന് ചിലവായ ചികിത്സാ ചിലവുകളും മരുന്നിന്റെ ലിസ്റ്റുകളും അടക്കം ഇൻഷുറൻസ് കമ്പനിക്ക് നൽകിയിരുന്നു. എന്നാൽ 2 ദിവസം വൈകി എന്ന കാരണം പറഞ്ഞ് ഞങ്ങൾക്ക് ഇൻഷുറൻസ് നിഷേധിച്ചിരിക്കുകയാണ്. ഈ സംഭവം കഴിഞ്ഞിട്ട് 1 വർഷവും 5 മാസവുമായി. ഞങ്ങൾക്ക് ഇൻഷുറൻസ് തുക ലഭിക്കുന്നതിന് സാധ്യതയുണ്ടോ? ഉണ്ടെങ്കിൽ എന്താണ് ചെയ്യേണ്ടത്? ഇൻഷുറൻസ് സംബന്ധിച്ച ഈ പരാതിയെക്കുറിച്ച് നിയമവേദി ഹൈക്കോടതി അഭിഭാഷകനായ രാജേഷ് ആർ പിള്ളയുമായി സംസാരിച്ചു. അദ്ദേഹം ഇക്കാര്യത്തിന് നൽകിയ നിയമോപദേശം ഇനി കേൾക്കാം. ചോദ്യകർത്താവിന്റെ മകൻ ഒരു അപകടത്തിൽപ്പെടുകയും ഗുരുതരമായി പരിക്കേറ്റ് കുറച്ചുനാൾ ആശുപത്രിയിൽ കിടക്കുകയും ചെയ്തിരുന്നുവെന്നും അതിന്റെ ഇൻഷുറൻസ് തുക ഇതുവരെ ലഭിച്ചില്ല എന്നുമാണ് കത്തിലെ പരാതിയുടെ മുഖ്യ വിഷയം. പരാതി വളരെ ശ്രദ്ധാപൂർവം വായിച്ചു. അതിൽ നിന്നും മനസ്സിലാകുന്നത് മകൻ ലോറി ഡ്രൈവർ ആയിരുന്നുവെന്നും അപകടം സംഭവിച്ചതായും ചികിത്സയ്ക്ക് വേണ്ട ഇൻഷുറൻസ് പരിരക്ഷ ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നുമാണ്. ഇതിൽ മനസ്സിലാക്കുന്നത് മകൻ ജോലി ചെയ്തിരുന്ന സ്ഥാപനത്തിന്റെ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് മകന്റെ പേരിൽ ലഭിച്ചിരുന്നുവെന്നും പക്ഷേ ആ ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസിന്റെ ഭാഗമായി ഹെൽത്ത് ഇൻഷുറൻസ് കമ്പനി ഇതുവരെ അതിനുള്ള ചികിത്സാ തുക ഇതുവരെ നൽകിയിട്ടില്ല എന്നുമാണ് മനസ്സിലാക്കുന്നത്. ഹെൽത്ത് ഇൻഷുറൻസിന്റെ തുക ലഭിക്കുന്നതിന് വേണ്ടിയിട്ട് ചികിത്സയുടെ എല്ലാ രേഖകളും, ആശുപത്രിയിൽ നടന്ന എല്ലാ ട്രീറ്റ്മെന്റിന്റെയും കൂടാതെ ഡിസ്ചാർജ് സമ്മറി, അതുപോലെ മറ്റ് റിപ്പോർട്ടുകളെല്ലാം നമ്മൾ ഇൻഷുറൻസ് കമ്പനിയിൽ കൊടുക്കുകയും അത് പരിശോധിച്ചതിന് ശേഷം ഇൻഷുറൻസ് കമ്പനി അതിൽ അനുവദിക്കാവുന്ന തുക അനുവദിച്ചു തരികയാണ് പതിവ്. എന്തുകൊണ്ടാണ് ഈ ചോദ്യകർത്താവിന്റെ മകന് ഇൻഷുറൻസ് കൊടുക്കാത്തത്, അല്ലെങ്കിൽ ചോദ്യകർത്താവിന്റെ മകൻ നൽകിയ ഇൻഷുറൻസ് അപേക്ഷ കമ്പനി നിരസിച്ചോ, അതിനെക്കുറിച്ച് കത്തിൽ പറയുന്നില്ല. അപ്പോൾ അങ്ങനെ നിരസിച്ച് ഒരു ഉത്തരവ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ നിരസിച്ച ഉത്തരവിനെതിരെ ഇൻഷുറൻസ് ഓംബഡ്സ്മാനിലോ കൺസ്യൂമർ കോടതിയിലോ പരാതി നൽകാവുന്നതാണ്. കൂടാതെ ചോദ്യകർത്താവിന്റെ മകൻ ഒരു കമ്പനിയെ പ്രതിനിധീകരിച്ചാണ് ജോലി ചെയ്തിരുന്നതെന്നും ആ കമ്പനി എടുത്ത ഗ്രൂപ്പ് ഹെൽത്ത് ഇൻഷുറൻസ് പോളിസിയാണെന്നും മനസ്സിലാക്കുന്നു. ചോദ്യകർത്താവിന്റെ മകൻ ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിക്കും ഈ ഇൻഷുറൻസ് മകന് ലഭിച്ചു കിട്ടാനുള്ള നടപടികൾ എടുക്കാനുള്ള ഉത്തരവാദിത്തമുണ്ട്. അപ്പോൾ ആ കമ്പനിയുടെ യൂണിയൻ നേതാക്കളോ അല്ലെങ്കിൽ കമ്പനിയുടെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരെയോ സമീപിച്ച് ഇതുവരെ ഇൻഷുറൻസ് തുക ലഭിച്ചിട്ടില്ലെന്നും അത് എത്രയും പെട്ടെന്ന് അനുവദിച്ച് കിട്ടണമെന്നും കമ്പനി അതിൻ്റെതായ നടപടികൾ സ്വീകരിക്കണമെന്നും ചോദ്യകർത്താവിന് ആവശ്യപ്പെടാവുന്നതാണ്. കാരണം അവർ എടുത്ത ഒരു ഗ്രൂപ്പ് ഇൻഷുറൻസ് പോളിസിയാണ്. അപ്പോൾ കമ്പനിക്കും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. മാത്രമല്ല ഇത് ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന കമ്പനിക്ക് വേണ്ടി ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് സംഭവിച്ച അപകടമായതിനാൽ കൂടുതൽ ഉത്തരവാദിത്വം കമ്പനിക്കുണ്ട്. കൂടാതെ വർക്ക്മെൻ കോമ്പൻസേഷൻ, അതായത് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ച്, അതായത് ജോലി സ്ഥലത്തുണ്ടാകുന്ന അപകടങ്ങളിൽ യുക്തമായ നഷ്ടപരിഹാരം കിട്ടുന്നതിനുള്ള നിയമമാണ് വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട്. ആ വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചും ചോദ്യകർത്താവിന്റെ മകന് ജോലി ചെയ്തുകൊണ്ടിരുന്ന കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരവും ആവശ്യപ്പെടാവുന്നതാണ്. കാരണം ഈ ജോലി ചെയ്ത് വരവെയാണ് ഇത്തരം ഒരു അപകടം ഉണ്ടായതെന്നും ആ ഡ്യൂറിങ് ദി കോഴ്സ് ഓഫ് ദി എംപ്ലോയ്മെന്റ്, അതായത് ഒരു ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ വന്ന അപകടമായതുകൊണ്ട് ഉദ്യോഗം നൽകിയ അല്ലെങ്കിൽ ആ കമ്പനിക്കും ഇതിൽ ഉത്തരവാദിത്വമുണ്ട്. വർക്ക്മെൻ കോമ്പൻസേഷൻ ആക്ട് അനുസരിച്ചും ഈ ചോദ്യകർത്താവിന്റെ മകന് കോമ്പൻസേഷൻ അല്ലെങ്കിൽ അതിൻ്റെ തുക ലഭിക്കാനുള്ള അവകാശങ്ങളുണ്ട്. അപ്പോൾ കമ്പനിയുടെ തന്നെ ഉദ്യോഗസ്ഥരെയോ തൊഴിലാളി നേതാക്കളെ സമീപിച്ച് ഗ്രൂപ്പ് ഇൻഷുറൻസിലുള്ള തുക ലഭിക്കുന്നതിനുള്ള നടപടികൾ എത്രയും പെട്ടെന്ന് കൈക്കൊള്ളാൻ ആവശ്യപ്പെടാം. അങ്ങനെ ഇൻഷുറൻസ് നമ്മുടെ അപേക്ഷ തള്ളുകയാണെങ്കിൽ അതിനെതിരെ ഇൻഷുറൻസ് ഓംബഡ്സ്മാനിലോ ജില്ലാ കൺസ്യൂമർ ഫോറത്തിലോ നിങ്ങൾക്ക് പരാതി നൽകാവുന്നതാണ്. കൂടാതെ ഉദ്യോഗത്തിലിരിക്കുമ്പോൾ സംഭവിച്ച അപകടമായതുകൊണ്ട് ആ ഉദ്യോഗം നൽകിയ ആൾക്ക് അതിൻ്റെ വർക്ക്മെൻ കോമ്പൻസേഷൻ അനുസരിച്ചിട്ടും നിങ്ങൾക്ക് നഷ്ടപരിഹാരം ആവശ്യപ്പെടാവുന്നതാണ്. ഇതെല്ലാം നിങ്ങൾക്ക് സൗജന്യ നിയമസേവനം ലഭിക്കുന്നതിന് താലൂക്ക് ലീഗൽ സർവീസ് അതോറിറ്റിയെ സമീപിക്കാവുന്നതാണ്. ഇനി ഇന്ന് ഉൾപ്പെടുത്തുന്ന അടുത്ത കത്തിലേക്ക് ഇത് അയച്ചിരിക്കുന്നത് തൈക്കാട്ടുശ്ശേരിയിൽ നിന്നും സുരേന്ദ്രൻ. ഏതാനും മാസങ്ങൾക്ക് മുമ്പ് സർക്കാരിന്റെ ഒരു പരാതി പരിഹാര അദാലത്തിൽ ഞാൻ പരാതി നൽകിയിരുന്നു. 2 പരാതികളാണ് ഞാൻ നൽകിയിരുന്നത്. ഈ 2 പരാതികളും ജില്ലാ മജിസ്ട്രേറ്റ് ഓഫീസിൽ നിന്നും ചേർത്തല താലൂക്ക് ഓഫീസിലേക്ക് കൈമാറിയിട്ടുള്ളതായി ഒരു സന്ദേശം എന്റെ ഫോണിലേക്ക് വന്നിരുന്നു. പരാതി നൽകുമ്പോൾ ലഭിക്കുന്ന ഒരു നമ്പറും എനിക്ക് വന്ന മെസ്സേജിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ യാതൊരുവിധ അന്വേഷണവും താലൂക്ക് ഓഫീസിൽ നിന്നും ഉണ്ടായിട്ടില്ല. ഇതേക്കുറിച്ച് അറിയുന്നതിന് ഞാൻ എന്താണ് ചെയ്യേണ്ടത്? താങ്കളുടെ കത്തിൽ നിന്നും
താങ്കൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് വളരെ വ്യക്തമാണ്. അതായത് താങ്കൾ കൊടുത്ത പരാതി ഇപ്പോൾ ചേർത്തല താലൂക്ക് ഓഫീസിൽ എത്തിയിട്ടുണ്ട് എന്നാണ് കത്തിൽ സൂചിപ്പിച്ചിരിക്കുന്നത്. വ്യക്തമായിട്ട് താങ്കളുടെ പരാതിയുടെ നമ്പറും എല്ലാം അതിൽ സൂചിപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് മറ്റൊരു കാര്യം. പക്ഷേ ഏത് കാര്യത്തെക്കുറിച്ചാണ് പരാതിപ്പെട്ടിരിക്കുന്നത് എന്നുള്ള കാര്യം നിയമവേദിക്ക് എഴുതിയ കത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല. ഏതായാലും താങ്കൾ ഒരു കാര്യം ചെയ്യേണ്ടത്, ചേർത്തല താലൂക്ക് ഓഫീസിൽ ഈ പരാതിയുടെ നമ്പറും എല്ലാം വെച്ചുകൊണ്ട് ഒരു അന്വേഷണം നടത്തുകയാണെങ്കിൽ താങ്കൾക്ക് നേരിട്ട് ഈ പരാതിയുടെ അവസ്ഥ എന്താണ് എന്നുള്ളത് അറിയാൻ സാധിക്കും. വൈകാതെ തന്നെ അതിനുള്ളൊരു ശ്രമം നടത്തുക. നിയമവേദിയുടെ പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ ഇവിടെ സമാപിക്കുകയാണ്. നിർവഹണം TP രാജേഷ്. സഹായം നീതി MS. നിയമവേദി അവതരണം ആകാശവാണി കൊച്ചി FM 102.3. നിയമവേദിയിലേക്ക് പരാതികൾ അയക്കുന്ന ശ്രോതാക്കൾ അവരുടെ പേരും മേൽവിലാസവും ഫോൺ നമ്പരും നിർബന്ധമായും വെക്കേണ്ടതാണ്. വിശദ വിവരങ്ങൾ രേഖപ്പെടുത്താത്ത പരാതികൾ നിയമവേദിയിൽ പരിഗണിക്കുന്നതല്ല. ഈ പരിപാടിയിലേക്ക് കത്തുകൾ അയക്കേണ്ട വിലാസം: പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി കൊച്ചി 21. നിയമവേദി ബുധനാഴ്ചകളിൽ രാവിലെ 8:05 ഞായറാഴ്ചകളിൽ രാത്രി 9:30. ഓരോ ആഴ്ചയിലും പ്രക്ഷേപണം ചെയ്യുന്ന നിയമവേദി പരാതികൾക്കു മറുപടി പ്രതികരണങ്ങൾ കേൾക്കുന്നതിനായി ആകാശവാണി കൊച്ചി FM യൂട്യൂബ് ചാനൽ സന്ദർശിക്കുക. മുൻ ആഴ്ചകളിലെ പരിപാടികളും അവിടെ ലഭ്യമാണ്.